ഇപ്പോൾ ലോകകപ്പ് അടുത്തിരിക്കുകയാണ്. സ്ക്വാഡുകൾ ഓരോന്നായി ഓരോന്നായി പുറത്തു വരുന്നു. അതിൽ പലപ്പോഴും എല്ലാവരും ഭയങ്കര അവെയിറ്റ് ചെയ്ത് കാത്തിരുന്നത് ബ്രസീലിൻ്റെ സ്ക്വാഡിനാണ്. കാരണം നെയ്മർ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അതെ മുമ്പൊന്നുമില്ലാത്തൊരു സംശയം ഈ ഒരു സ്ക്വാഡിനുണ്ടായിരുന്നു. കാരണം അൻസ്ലോട്ടി എന്നുള്ളൊരു പരിശീലകൻ ഒരു കാർക്കശ്യക്കാരനാണ്. ഞാൻ സെൻറ്റിമെൻറ്റ്സ് നോക്കിയിരിക്കില്ല. അതെ എനിക്ക് പ്ലെയർ ഫിറ്റാണ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ പരീക്ഷയുള്ളൂ എന്നുള്ള നിലക്ക്. കാരണം നെയ്മറിനെ ഇതുവരെ ഒരു തവണ പോലും ഒരു ഫ്രണ്ട്ലി മാച്ചിന് പോലും വിളിക്കാത്തൊരു പരിശീലകനാണ് അതെ ആൻസ്ലോട്ടി എന്നുള്ളത്. ഒടുവിൽ നെയ്മർ ടീമിലേക്ക് വരുന്നു. അത് ബ്രസീൽ ഒന്നാകെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ബ്രസീൽ എന്നല്ല, കേരളവും ലോകം അതെ ഒട്ടാകെ സെലിബ്രേറ്റ് അതെ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചുവരവ് ബ്രസീൽ എന്നൊരു ടീമിന് ഉണ്ടാക്കുന്ന ഒരു ടീം സ്പിരിറ്റ് എത്രത്തോളം ആയിരിക്കും? അത് വലിയൊരു ബൂസ്റ്റാണ്, പ്രത്യേകിച്ച് ഫാൻ ബേസിന്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആ നെയ്മറിൻ്റെ റിയാക്ഷനാണ്. ഈ അനൗൺസ്മെൻറ്റിന് കാത്തിരുന്നിട്ട് ആ പേര് അനൗൺസ് ചെയ്യുമ്പോഴുള്ള തൻ്റെ റിയാക്ഷൻ, അത് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും അർഹിച്ചിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ പല കളിക്കാരും അങ്ങനത്തെ ഒരു പരിക്കോ അങ്ങനത്തെ ഒരു സർജറിയും കഴിഞ്ഞാൽ വിരമിക്കുകയായിരുന്നു. അതിന്ന് തിരിച്ചു വന്ന, അതും ഇപ്പോഴത്തെ സാന്റോസ് എന്ന് പറഞ്ഞാൽ പെലെയുടെ സാന്റോസ് അല്ല, വളരെ മോശം ടീമാണ്. കഴിഞ്ഞ സീസൺ നെയ്മറിൻ്റെ ഗോളുകൾ കാരണം കഷ്ടി രക്ഷപ്പെട്ടു. 4 റെലഗേഷൻ പോയിന്റിനാണ് റെലിഗേഷൻ രക്ഷപ്പെട്ടത്. ഇത്തവണ നെയ്മർ 4 ലീഗ് ഗോൾ 4 അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു 16ാം സ്ഥാനത്ത് റെലിഗേഷൻ്റെ തൊട്ട് മേതെയാണ്. വളരെ മോശം ടീമാണ്. അപ്പം അവരെ എങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് നെയ്മറിൻ്റെ ആ ഒരു ആകപ്പാടുള്ള ഒരു പേഴ്സണാലിറ്റിയും ഗോൾസും കാരണം മാത്രമാണ്. അപ്പം അതിനുള്ളൊരു പ്രതിഫലം എന്ന് വേണമെങ്കിൽ പറയാം ഈ സെലക്ഷൻ. നമുക്ക് ഇപ്പോഴത്തെ ഒരു ബ്രസീലിൻ്റെ മൊത്തം സ്ക്വാഡ് നമുക്ക് എടുത്തു നോക്കുമ്പോൾ എന്താണ് സാറിന് വിലയിരുത്തുക? എവിടെയാണ് അവർക്കൊരു പ്രശ്നമായിട്ടുള്ളത്? എന്താണ് അവരുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? സ്ട്രെങ്തായിട്ട് ആ അറ്റാക്കിംഗ് ഗ്രൂപ്പ് ഭയങ്കര ഒരു ഗ്രൂപ്പാണ്. അതിപ്പോൾ വിനീഷ്യസ് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. മറ്റേ റയാനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുറത്തുനിന്ന് വരുന്ന കളിക്കാരെ ഒരിക്കലും അത്ര പെട്ടെന്ന് സെറ്റിൽ ചെയ്യാറില്ല. ഇതിപ്പോൾ ഒരു വളരെ നല്ലൊരു ബോൺമത്ത് ടീമിൽ നിന്ന് അവരുടെ ഏറ്റവും നല്ല കളിക്കാരനാണ് അവർ സിറ്റിക്ക് വിറ്റത്. അതിന് പകരം വന്നിട്ട് അവർ തോൽക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുക. അപ്പോൾ അതിനൊരു വലിയ കാരണം റയാൻ്റെ ഗോൾസാണ്. അപ്പോൾ ആ ഒരു അറ്റാക്കിംഗ് നിരയിൽ വലിയൊരു പിന്നെ നെയ്മർ ഒരു എക്സ് ഫാക്ടറായിട്ട് മിക്കവാറും എനിക്ക് തോന്നുന്നത് ബെഞ്ചിൽ നിന്ന് ഇമ്പാക്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടായിരിക്കും അധികം യൂസ് ചെയ്യുക. പക്ഷേ ഒരു ലോകകപ്പ് ജയിക്കാനുള്ളൊരു മിഡ്ഫീൽഡാണോ അതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കാസ്മിറോൻ്റെ ഈ സീസൺ വളരെ നല്ല സീസണായിരുന്നു. പക്ഷെ കാസ്മിറോൻ്റെ ഏറ്റവും നല്ല കളി ഒരു 5-6 കൊല്ലം മുമ്പാണ്. ആർക്കും പറയാൻ പറ്റില്ല ഇത് പീക്ക് കാസ്മിറോ ആണെന്ന്. അതേപോലെ ബ്രൂണോ ഗിമറേഷ് ഇപ്പോൾ ന്യൂ കാസിലിനെ പോലത്തെ ഒരു ടീമിൽ ഷൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും ഇപ്പോൾ ലോകത്ത് ഏറ്റവും ടോപ്പ് 10 മിഡ്ഫീൽഡേഴ്സ് നിങ്ങൾ ബ്രൂണോ ഗിമറേഷിനെ പെടുത്തുക. പരിക്ക് മാറി വരും കൂടിയാണ് ആള്. അതെ, പരിക്ക് മാറി വരും കൂടിയാണ്. ബാക്കി ആകെപ്പാടുള്ള ഇപ്പം നമ്മൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടുള്ള ബ്രസീൽ മിഡ്ഫീൽഡിൽ സീക്കോ, സോക്രട്ടീസ്, പിന്നീട് മറ്റേ കാക്ക, അങ്ങനത്തെ ക്രിയേറ്റീവ് പ്ലെയേഴ്സൊക്കെ ഉള്ള ടീംസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള മിഡ്ഫീൽഡ് ഉണ്ട് തോന്നുന്നുണ്ട്, ഒരു കപ്പ് ജയിക്കാനുള്ള മിഡ്ഫീൽഡ്. ഒരു ഡിഫൻസീവ് ലൈനിനെ പറ്റിയിട്ടും പലപ്പോഴും ഡിസ്കഷൻസ് ഉണ്ട്. കാരണം ഫുൾ ബാക്കുകൾ എന്ന് പറഞ്ഞാൽ പണ്ടൊരു കാലത്ത് ബ്രസീലിൻ്റെ കോറായിരുന്നു. ഒരു സൈഡിൽ ഡാനി ആൽവസും മറ്റൊരു സൈഡ് മാർസലോയും കളിക്കുമ്പോൾ അതിനു മുമ്പ് കാഫുവും കാർലോസും കളിക്കുന്നു. അപ്പോൾ അത്ര ഒരു സ്ട്രോങ് ലെഗസി ഉള്ള ഒരു പൊസിഷനായിരുന്നു ആ വിങ് ബാക്സ് എന്നുള്ളത്. നിലവിലേക്ക് നോക്കുമ്പോൾ വെസ്ലിയെ പോലുള്ള താരങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ മെഡർ മിലിറ്റാവോ ക്യാരി എന്ന് വിചാരിച്ച റൈറ്റ് ബാക്ക് പൊസിഷനാണ്. പക്ഷെ ആൾ പരിക്കാരൻ പുറത്തിരിക്കുമ്പോൾ വെസ്ലിയെ പോലുള്ള ഒരു സോ കോൾഡ് പ്ലെയേഴ്സൊക്കെയാണ് ആ ഒരു പൊസിഷൻ ക്യാരി ഓവർ ചെയ്യുന്നത്. ഡിഫെൻസീവ് എത്രത്തോളം സ്ട്രോങ് ആണ് ബ്രസീൽ? ഡിഫെൻസ് പിന്നെ ആൻസ്ലോട്ടിക്ക് ഒരു ഡിഫെൻസിനെ ഓർഗനൈസ് ചെയ്യാൻ അറിയാം. അത് മിക്ക ഇറ്റാലിയൻ കോച്ചസും ആദ്യം പഠിക്കേണ്ട ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബാക്ക് ഫോർ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നാണ് അവർ നോക്കുക. പക്ഷെ ഇതിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ടീംസ് ഇപ്പോൾ 2002 അവർ അവസാനം ലോകകപ്പ് ജയിച്ചപ്പോൾ ബാക്ക് 3 വെച്ചിട്ട് റോക്കി ജൂനിയർ, എഡ്മിൽസൺ, ലൂസിയോ ഒരു ബാക്ക് 3 വെച്ചിട്ടാണ് ജയിച്ചത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ള സെൻറ്റർ ബാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇല്ല ശരിക്കും. അതിപ്പോൾ ബാക്കി ടീമുകൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ ബ്രസീൽ അനൗൺസ് ചെയ്ത ഏകദേശം അതേ സമയത്താണ് പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് വരുന്നത്. അപ്പോൾ ആ മിഡ്ഫീൽഡും ആ ഡിഫെൻസും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. പോർച്ചുഗലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. കാരണം റോബർട്ടോ മാർട്ടിനസിന് റൊണാൾഡോ ആണ് ഒരു സെൻറ്റർ ഓഫ് ടീം എന്നുള്ള അതെ അയാളുടെ പ്ലാൻ അങ്ങനെയാണ് പോകുന്നത്.
ബാക്കി പ്ലെയേഴ്സിലേക്ക് വരുമ്പം യൂറോപ്പിൽ തന്നെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന വിറ്റീനിയയും ജാവോ നെവസും കോമ്പിനേഷൻ ഉണ്ട് മിഡ്ഫീൽഡിൽ. അതുപോലെ തന്നെ ആ ഒരു സ്ക്വാഡ് മൊത്തത്തിൽ വിലയിരുത്തുമ്പം എങ്ങനെയുണ്ട്? ഒരു കപ്പിന് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫൈനൽ വരെയൊക്കെ പോകാൻ പറ്റുന്നത് സ്ട്രോങ് ആണ്? ഫൈനൽ സ്റ്റേജസ് എത്താൻ എല്ലാ വിധത്തിലും ഉള്ള കളിക്കാരുണ്ട് അവിടെ. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ ഏറ്റവും നല്ല ലെഫ്റ്റ് ബാക്കാണ് ന്യൂനോ മെൻഡസ്. മറ്റേ ഡാലോം നെൽസൺ സെമെഡും അറ്റാക്കിംഗ് ആയിട്ട് വളരെ നല്ല ഫുൾ ബാക്സാണ്. ഡിഫെൻസീവായിട്ട് ചെറിയ സംശയങ്ങളുണ്ട്. റൂബിൻ ഡിയാസ് ഏറ്റവും മികച്ച സെൻറ്റർ ബാക്സിൽ ഒരാളാണ്. ഗോൺസാലോ ഇനാസിയോനെ കുറേ ടോപ്പ് യൂറോപ്യൻ ക്ലബ്സ് നോക്കിയിട്ടുണ്ട് കഴിഞ്ഞ 2 സീസണിലായിട്ട്. അപ്പോൾ ഡിഫെൻസും പിന്നെ ഗോൾ കീപ്പർ എല്ലാ കാലത്തും അവർക്ക് നല്ല കീപ്പേഴ്സുള്ളൊരു ടീമാണ്. പിന്നെ അറ്റാക്കിംഗ് നിരയിലേക്ക് വന്ന മിഡ്ഫീൽഡിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ആ പെയറിങ് യൂറോപ്പിൽ തന്നെ ഏറ്റവും നല്ലൊരു മിഡ്ഫീൽഡ് പെയറിംഗ് ആണ് ജാവോ നെവസും വിറ്റീനിയും. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ കുറച്ചും കൂടി മുന്നിലാണ് കളിക്കുക. സിറ്റിംഗ് ഇതിലായിരിക്കില്ല, ഒരു നമ്പർ 10 റോളിലായിരിക്കും മിക്കവാറും കളിക്കുക. പക്ഷെ പിന്നെ അതിന് മുന്നിലുള്ളത് ഇപ്പോൾ CR7 ഒരു ആദ്യത്തെ മിനിറ്റ് തൊട്ട് ഇറക്കുമോ അതോ ഇമ്പാക്റ്റ് സബ്ബായിട്ടാണോ, അതിപ്പോൾ ഓരോ കളി അനുസരിച്ചിരിക്കും. പിന്നെ ബെഞ്ചിലാണെങ്കിലും ഗോൺസാലോ റാമോസ് കളിക്കുമ്പോൾ ഗോൾ അടിക്കുന്ന ഒരു കളിക്കാരനാണ്. അപ്പം അങ്ങനെ ജാവോ ഫിലിക്സ്, ഇവർക്കൊക്കെ കുറേ കളിക്കാർക്ക് പലതും പ്രൂവ് ചെയ്യാണ്ട്. ഇപ്പോൾ ജാവോ ഫിലിക്സ്, ഗോൺസാലോ റാമോസ്, ഇവരുടെ ഒന്നും ക്ലബ് കരിയർ അവർ പ്രതീക്ഷിച്ച പോലെ പോയിട്ടില്ല. ഇപ്പോൾ പലരും ഇപ്പോൾ പറയുന്നത് ഇവർ ഈ തലമുറയിലത്തെ മറ്റേ റെനാറ്റോ സാഞ്ചസ്, വില്യം കാർവാലിയോ, ഇവരെയൊക്കെ പറ്റി വലിയ പ്രതീക്ഷകളായിരുന്നു ഒരു കാലത്ത് 2015-16 ആ സമയത്ത്. അവർക്ക് ആ ഒരു ഹൈറ്റ് എത്താൻ പറ്റിയില്ല. അതുപോലെ ആവോ ഇവർ രണ്ടുപേരുന്ന്. അപ്പം അവർക്ക് കുറേ പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പം റഫേൽ ലിയാവോ ലെഫ്റ്റ് വിങ്ങിലുണ്ടാവും, ഫെലിക്സ് ഉണ്ടാവും, ഈ ഗോൺസാലോ ഗാർസിയ ഉണ്ടാവും. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ബേസിക്കലി ഏതൊരു പൊസിഷൻ ടേക്ക് ഓവർ ചെയ്യാനാണ് ബെറ്റർ? ഒരു സ്ട്രൈക്കർ റോളിലായിരിക്കുമോ അല്ലെങ്കിൽ ഒരു പൊതുവെ കളിക്കുന്ന പോലെ വിങ്ങർ റോളിലേക്കായിരിക്കും ചാൻസ്? സെൻട്രൽ സ്ട്രൈക്കറായിട്ട് തന്നെ കളിക്കുകയാണെങ്കിൽ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് തന്നെ ഏറ്റവും കുറവ് ഓടേണ്ടത്. അല്ലെങ്കിൽ സെൻട്രൽ സ്ട്രൈക്കറെ കൊണ്ട് നമ്മൾ സാധാരണ അങ്ങനെ അത്ര പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈഡ് പ്ലെയേഴ്സിന് പ്രസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ട് മറ്റേ ഫുൾ ബാക്കിനെയൊക്കെ. അപ്പോൾ ആ കളിക്കുകയാണെങ്കിൽ മിഡിൽ കൂടി തന്നെ ആയിരിക്കും. അവിടെ ആകുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ആയിട്ടുള്ള കണക്ഷനും കുറച്ചും കൂടി ഡയറക്റ്റ് ആയിരിക്കും. ബ്രൂണോൻ്റെ വലിയൊരു ശക്തി ആ ത്രൂ ബോൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ബെൽജിയം സ്ക്വാഡ് നമുക്കറിയാം, ഒരു കാലത്ത് ഗോൾഡൻ ജനറേഷനെ നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത് വേൾഡ് നമ്പർ 1 ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു സ്ക്വാഡായിരുന്നു. പതിയെ അതിങ്ങനെ ഡിറ്റോറേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു സ്ക്വാഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഡിസ്കഷനിൽ പോലും വരാത്തൊരു സ്ക്വാഡായി മാറുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായിരിക്കും ബെൽജിയത്തിൻ്റെ ഒരു രീതി? ഇത്തവണ എൻ്റെ അഭിപ്രായത്തിൽ റൗണ്ട് ഓഫ് 16 അല്ലെങ്കിൽ മാക്സിമം ഒരു ക്വാർട്ടർ ഫൈനലിൽ എത്താനുള്ള ഒരു ടീമായിട്ട് എനിക്ക് കാണുന്നു. ഇപ്പോൾ ലുക്കാക്കു ഫിറ്റല്ല. അതിപ്പോൾ ഫിറ്റാണെങ്കിൽ നാപ്പോളിക്ക് വേണ്ടി ഇതിലൊക്കെ ഇമ്പാക്റ്റ് വരുമായിരുന്നു ഈ സീസൺ. പിന്നെ ട്രോസാർഡിനൊരു ഏറ്റവും നല്ല കളിക്കാരൻ, ഇപ്പോൾ ശരിക്കും ഏറ്റവും നല്ല ടീമിന് കളിക്കുന്ന ഒരു കളിക്കാരനാണ്. ഏതൊരു ആ ഫോർവേഡ് ലൈനിൽ ഏതൊരു പൊസിഷനിലും കളിക്കാൻ വേഴ്സിറ്റിലിറ്റി ഉള്ളൊരു കളിക്കാരൻ. പക്ഷെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾ കീപ്പേഴ്സ് മറ്റേ ഫാഫിൻ്റെ കാലം തൊട്ട് 80കൾ തൊട്ട് ഏറ്റവും മികച്ച ഗോൾ കീപ്പേഴ്സ് ഉള്ളൊരു രാജ്യമാണ്. പക്ഷെ ബാക്കി പൊസിഷൻസൊക്കെ നോക്കുമ്പോൾ അങ്ങനെ വേൾഡ് ക്ലാസ് എന്ന് പറയാനുള്ള കെവിൻ ഡിബ്രോയിന ഉണ്ട്. പക്ഷെ ഡിബ്രോയിന ഇപ്പോൾ പീക്കുന്ന ഒരു 3-4 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഫ്രാൻസിൻ്റെ സ്ക്വാഡ് വന്നു കഴിഞ്ഞു, നല്ലൊരു പ്രതീക്ഷയുള്ള സ്ക്വാഡാണ്. കഴിഞ്ഞ 2 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്വാഡാണ്. അവർ ഒരു നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 ഫൈനൽ കളിച്ചൊരു ടീമിന് വീണ്ടും ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരെ അഡ്വാൻസ് ചെയ്യാനുള്ള സാധ്യതകൾ. ദശാംശൻ്റെ അവസാന വേൾഡ് കപ്പ് എന്ന നിലക്ക് സെയിം പ്ലാൻസുമായിട്ടായിരിക്കും ഒരുപക്ഷെ ദശാംശം വരാൻ സാധ്യത. കാരണം പ്ലേയേഴ്സും പരമാവധിയൊക്കെ സെയിം ആണെങ്കിലും എന്തായിരിക്കും ഫ്രാൻസിൻ്റെ ഒരു സാധ്യതകൾ? ഫ്രാൻസ് ജയിക്കണമെങ്കിൽ ആ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ കളിക്കണം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് ഫൈനലൊക്കെ അർജൻറ്റീന ഗോൾ അടിച്ച് 2-0 ആവുമ്പോഴാണ് ഫ്രാൻസ് കളിക്കാൻ തീരുമാനിക്കുന്നത്. അതുവരെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഒരു നെഗറ്റീവ് എന്ന് ഞാൻ പറയില്ല, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് എപ്പോഴും ഡെഷാംസ് കളിക്കാറ്. അപ്പോൾ അത് മാറ്റി കുറച്ചും കൂടി എന്താ വെച്ചാൽ ഈ ടീമിൽ അത്ര അറ്റാക്കിംഗ് ടാലൻ്റ് ഉണ്ട്. ഇപ്പോൾ എംബാപ്പെ ആയാലും ഓസ്മാൻ ഡെംബലെ, ഡെസിരെ ഡുവെ, മറ്റേ ഇവർ എന്താ ബാർക്കോള, മറ്റേ റയൻ ചെർക്കി, ഇവരൊക്കെ ശരിക്കും ഭയങ്കര കഴിവുള്ള കളിക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ശരിക്കുള്ള കഴിവ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റും. ലാസ്റ്റ്ലി സ്പെയിൻ്റെ കേസ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം സ്പെയിൻ ഒരു സ്ട്രൈക്കറുടെ കുറവ്
അടുത്ത് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ എന്തായിരുന്നു സ്പെയിൻ മിസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും ഉണ്ട്. അതെ നല്ലൊരു സ്ട്രൈക്കറുടെ കുറവ്. അവർക്ക് എപ്പോഴും ഒരു അൽവാരോ മറാട്ട എന്നുള്ളൊരു സോൾ അതെ പ്ലെയറിലായിരുന്നു ടാറ്റിക്സ് മൊത്തം അത് വരുന്നത്. ഇപ്പൊ ജയിക്കാത്ത കാലത്ത് പോലും എല്ലാ സ്പാനിഷ് സ്ക്വാഡിലും ഉണ്ടായിരുന്ന ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ. ആദ്യം ബുട്രിഗ്വേനോ, പിന്നെ റൗൾ. ഈ ടീംസ് ഒന്നും ജയിച്ചില്ല, പക്ഷെ ആ സ്ട്രൈക്കർ ഗോൾ അടിക്കുന്നത് നമുക്ക് ഉറപ്പാണ്. പിന്നീട് ഫെർണാൻഡോ ടോറസ്, ഡേവിഡ് വിയ, ഇവരൊക്കെ ശരിക്കും വേൾഡിലത്തെ ടോപ്പ് സ്ട്രൈക്കേഴ്സ് ആയിരുന്നു. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരാൾ ഇപ്പം ഇല്ല ഇപ്പൊ ശരിക്കും. ഇപ്പോഴത്തെ സ്ക്വാഡില് മൊറാട്ടയെ പുറത്ത് മൊറാട്ട അല്ലാതെ ഒരു ഓപ്ഷൻ പരീക്ഷിക്കുകയാണെങ്കിൽ മിക്കേൽ ഒയർസബാലിന്റെ പേര് പലപ്പോഴും ഉയർന്നു ഉം. കേൾക്കുന്നത് ആ റോള് ടേക്കപ്പ് ചെയ്യാൻ. എന്തായിരിക്കും ഒയർസബാലിന് ആ ഒരു റോള് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഒരു നമ്പർ 9 റോളിലേക്ക്? അവരങ്ങനെ യൂറോ ജയിച്ചു. പക്ഷേ യൂറോ ജയിക്കണ പോലെ ലോകകപ്പിൽ നമുക്ക് പല വ്യത്യസ്തമായ ശൈലിയിൽ കളിക്കുന്ന ടീമുകൾ. യൂറോപ്യൻ സ്റ്റൈൽ ഒരേ എല്ലാ ടീമും ഒരേപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ജപ്പാൻ്റെ ശൈലി, അല്ലെങ്കിൽ ഒരു സെനിഗൾ, ഇവരൊക്കെ ശക്തമായ ടീമുകൾ. അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് ബ്രസീലോ അർജൻറ്റീനയോ കളിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ ടാക്ടിക്സ് വളരെ വ്യത്യസ്തമാവേണ്ടി വരും. അപ്പം അതിന് ആ, കളിക്കാൻ പറ്റുന്ന ശരിക്കും ഒരു വേൾഡ് ക്ലാസ് സെൻറ്റർ ഫോർവേഡ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ സ്പെയിൻ സ്ക്വാഡിൽ അത് ഞാൻ കാണുന്നില്ല. ലാസ്റ്റ്ലി കാർവഹാലിൻ്റെ ഒരു കംബാക്ക് പലരും പ്രതീക്ഷിച്ചിരുന്നു. ഒരു കമാൻഡിങ് പവറുള്ള, ഒരു എക്സ്പീരിയൻസ് ഉള്ള, ഒരു നല്ലൊരു ഓവർലാപ്പിംഗ് ആൻഡ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിങ് ബാക്ക് എന്നുള്ളത് ഈ ഒരു 3 എലമെൻറ്റ്സ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് ബാക്കിൽ സ്പെയിൻ എപ്പോഴും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ജോർഡി ആൽബക്കൊക്കെ ശേഷം കുക്കുറേയ, അതുപോലെ ബാൾഡെ പോലെ ഒരുപാട്, ഗ്രിമാൾഡോ പോലത്തെ ഒരുപാട് ടാലൻസ് ഉണ്ട്. അതെ നേരെ വെച്ചാൽ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു വീക്കർ സൈഡാണ്. അവിടെ കളിക്കുന്ന ഒന്നെങ്കിൽ മാർക്ക് പ്യൂബിലായിരിക്കും, ഒരുപക്ഷെ ലൊറൻറ്റി ആയിരിക്കും, ഇതൊന്നും ഇല്ലെങ്കിൽ എറിക് ഗാർഷ്യ പോലുള്ള താരങ്ങൾ, അതായത് പാർട്ട് ടൈം റൈറ്റ് ബാക്ക് കളിക്കുന്ന അതെ താരങ്ങളെ കളിക്കേണ്ടി വരും. ഈ ഒരു ബാലൻസ് കുറവ്, ഒരു ഡിഫെൻസീവ്ലി ഒരു സൈഡിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാച്ച് സ്പെയിന് എപ്പോഴെങ്കിലും ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ടോ? പക്ഷെ ഇതേ ഒരു പ്രശ്നമായിട്ടാണ് അവർ ഈ ഇടയ്ക്ക് കുറേ കളികൾ ജയിച്ചിട്ടുണ്ട്. പിന്നെ യൊറൻറ്റെ പോലത്തെ കളിക്കാർക്കുള്ള ഒരു വലിയൊരു ഗുണം എന്താ വെച്ചാൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ആർസണൽ, സിറ്റി ടീമുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കളിക്കാർക്കും 2-3 പൊസിഷനിൽ കളിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫുൾ ബാക്കും ഡിഫെൻസീവ് മിഡ്ഫീൽഡറുമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ നിങ്ങളുടെ സ്ക്വാഡിലുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു നല്ലൊരു കവറാണ്.